ഹായ് കൂട്ടുകാരെ, നമസ്കാരം. നമുക്കിന്ന് ചിക്കൻ കാരി സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇതുപോലെ ഒരു മാങ്ങയുടെ ഷേപ്പ് വരച്ചെടുക്കുക. അതിനുശേഷം ഉള്ളിലുള്ള ലൈനിൽ കൂടി കുത്തി മുകളിലേക്ക് എടുക്കുക. കുറച്ച് മുകളിൽ കുത്തി താഴേക്ക് താത്തുക. വീണ്ടും പുറത്തുള്ള സെയിം ലൈനിൽ കൂടി നീഡിൽ കുത്തിയെടുക്കുക. മുകളിലേക്ക് താഴേക്ക് താത്തി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ അടുത്തത് ഇവിടെയാണ് കുത്തുന്നത്. നമ്മൾ ഇവിടെയാണ് കുത്തി താത്തിയത്. ഇനി എടുക്കുന്നത് ഇവിടെയാണ്, ഇങ്ങനെ ക്രോസ് ആയിട്ടാണ് എടുക്കുന്നത്. അതിനുശേഷം വീണ്ടും ഇവിടെ കുത്തി താത്തുക. ഇനി അടുത്ത് സ്റ്റിച്ച് ചെയ്യുന്നത് കുത്തിയെടുക്കുന്നത് മുകളിലേക്ക് ഈ പോയിന്റിലാണ്. ഇവിടെയാണ് കുത്തി ഇറക്കിയെന്ന് ഓർക്കണം. ഇങ്ങനെ ക്രോസ് ആയിട്ടാണ് ഈ സ്റ്റിച്ച് പോകുന്നത്. പുറമേ സ്റ്റിച്ച് ചെയ്യുന്നത് നേരെയാണ്, ഇതുപോലെ. അതിനുശേഷം എടുക്കുന്നത് ഇവിടെ ക്രോസ് ആയിട്ടാണ് എടുക്കുന്നത്. നേരെ കുത്തി ഇനി ഇവിടെയാണ് കുത്തുന്നത്. എടുത്തത് ക്രോസ് ആയിട്ടാണ് നൂല്. അകംവശത്തെ നൂല് ക്രോസ് ആണ്, പുറത്ത് നൂല് നേരെയാണ് കുത്തുന്നത്. ഉള്ളിലെ നൂല് ക്രോസ് ആയിട്ടാണ് വരുന്നത്. ഈ ഷേപ്പിലാണ്, ഇങ്ങനെയാണ് വരുന്നത്. ഇൻഡു ഷേപ്പാണ് വരുന്നത്. ഈ സ്റ്റിച്ച് നമ്മൾ രാജസ്ഥാനി ഗുജറാത്തി സാരികൾ വാങ്ങുമ്പോൾ അതിലാണ് കൂടുതലും കാണാറുള്ളത്. സാരികളിലും ചുരിദാറുകളിലും അവരുടെ ദുപ്പട്ടയിലാണ് ഈ സ്റ്റിച്ച് അധികമായിട്ട് കാണപ്പെടുന്നത്. നൂല് ക്രോസ് ഷേപ്പിലാണ് പോകുന്നത്. നമ്മൾ പുറത്ത് ഇതുപോലെ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് കൊടുക്കും. ഉള്ളിൽ പിന്നെ ഈ നൂല് ഇവിടെയാണ് വരുന്നത്. ഇൻഡു ഷേപ്പിലാണ് വരുന്നത്. പുറത്ത് നേരെ സ്റ്റിച്ച് കൊടുക്കും. അതിനുശേഷം ഇവിടെ കുത്തിയ ഈ സ്റ്റിച്ച് ഇനി അടുത്തത് ഇവിടെയാണ് നമ്മൾ കൊടുക്കുന്നത്. ക്രോസ് ആയിട്ടാണ് കൊടുക്കുന്നത്. ഈ മാങ്ങയുടെ ഔട്ട്ലൈൻ ഇവിടെ പൂർത്തിയായി കഴിഞ്ഞു. ഇനി നമ്മളിതിൻ്റെ ഉള്ളിലാണ് കൊടുക്കുന്നത്. ഇതാണ് മാങ്ങയുടെ ഷേപ്പ് തുന്നിയത്. ഇത് മുഴുവൻ ക്രോസ് സ്റ്റിച്ചാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഇതുപോലെ കുത്തിയെടുക്കുക. പുറം ഭാഗത്ത് സ്ട്രെയിറ്റ് സ്റ്റിച്ച് കൊടുക്കുക. ഇവിടുന്ന് ക്രോസ് ആയിട്ട് ഉള്ളിൽ കൂടി നൂലെടുക്കുക. അതിനുശേഷം വീണ്ടും സ്ട്രെയിറ്റ് സ്റ്റിച്ച് കൊടുക്കുക. വീണ്ടും ഉള്ളിൽ നിന്ന് ക്രോസ് സ്റ്റിച്ച് കൊടുക്കുക. ക്രോസ് സ്റ്റിച്ചാണ് കൊടുക്കുന്നത്. ഉള്ളിൽ നിന്ന് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ക്രോസ് ആണ് കൊടുത്തേക്കുന്നത്. ഇതുപോലെയാണ് നമുക്ക് പുറം ഭാഗം കിട്ടുക. ഉള്ളിലെ സ്റ്റിച്ചിക്ക് ഇതുപോലെ ക്രോസ് ആയിട്ടാണ് വരിക. ഇനി കുറച്ചുകൂടി വർക്ക് ചെയ്യാനായിട്ട് ഇത് ചെരിച്ച് ഇതുപോലെ ഓരോ ലൈനുകൾ കൊടുക്കുക.
നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് പൂവിൻ്റെയോ അല്ലെങ്കിൽ മയിലിൻ്റെ അങ്ങനെ പല ചിത്രങ്ങളും വരച്ച് അതുപോലെ ഈ ചിക്കൻകാരി വർക്ക് ചെയ്യാൻ പറ്റും. ഇതുപോലെ ചെരിച്ചിട്ട് ലൈനുകൾ സ്റ്റിച്ച് ചെയ്തു. ഇനി നമുക്കിതിന് ഓരോ ഫ്രഞ്ച് നോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ചുകൂടി കാണാൻ ഇത് കുറച്ചുകൂടി സുന്ദരമാകും. ഇതുപോലെ നമ്മുടെ ഐഡിയ അനുസരിച്ച് നമുക്ക് ഇതിന് കൂടുതൽ സൈഡുകളിൽ ഫ്ലവറോ ഒക്കെ തുന്നിയിട്ട് ലീഫൊക്കെ തുന്നിയിട്ട് കൂടുതൽ മനോഹരമാക്കാൻ പറ്റും. ഇതിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെ ക്രോസ് ഷേപ്പിലാണ് കിട്ടുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. താങ്ക് യു.